ഹായ് ഫ്രണ്ട്സ്, സൈക്കോളജി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആങ്സൈറ്റിയെ കുറിച്ചിട്ടാണ്. എന്താണ് ആങ്സൈറ്റി? ആങ്സൈറ്റി എന്നത് ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ടെൻഷൻ, അതായത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഭയം, എക്സാം, ഇന്റർവ്യൂ, അങ്ങനെ എന്ത് കാര്യമായിക്കോട്ടെ, റിലേഷൻഷിപ്പ് പ്രോബ്ലം, മണി ഇഷ്യൂസ്, ഇവയെക്കുറിച്ചൊക്കെ ഒരുപാട് അമിതമായി ചിന്തിക്കുമ്പോൾ മൈൻഡ് അലേർട്ട് മോഡിലേക്ക് പോകും. ചിലപ്പോഴൊക്കെ ഹാർട്ട് ബീറ്റ് കൂടാം, ബ്രീത്ത് ഷോർട്ട് ആവാം, ഓവർ തിങ്ക് കൂടാം, ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയം, ഇതെല്ലാം ആങ്സൈറ്റിയിൽ പെടുന്നതാണ്. നമുക്കിവിടെ ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ ചില മാർഗങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് ഡീപ് ബ്രീത്ത് പ്രാക്ടീസിങ്. അതായത് ആങ്സൈറ്റി വരുമ്പോൾ ആദ്യം ശ്വാസം കൺട്രോൾ ചെയ്യുക. 4 സെക്കൻഡ് ശ്വാസം എടുക്കുക, അതിനുശേഷം 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 6 സെക്കൻഡ് പുറത്തേക്ക് വിടുക. ഇത് ബ്രെയിനിനെ കാമാക്കും. അടുത്തതായിട്ട് പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക. ആങ്സൈറ്റി കൂടുതലും ഫോക്കസിനെ കുറിച്ച് വെറി ചെയ്യുന്നതാണ്. അതായത് കൊണ്ട് നിങ്ങൾ പ്രസന്റിലോട്ട് ഫോക്കസ് ചെയ്യുക. സ്വയമായിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കുക, എല്ലാ കാര്യങ്ങളും എൻ്റെ കൺട്രോളിലാണോ? ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫോക്കസ് കിട്ടുന്നുണ്ടോ? സ്വയം നമ്മളൊന്ന് ചോദിച്ച് വിലയിരുത്താം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസന്റിൽ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക. മൂന്നാമതായിട്ട് ഓവർ തിങ്കിങ് നിർത്താൻ ശ്രമിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഓരോ തോട്ടും സത്യമല്ല എന്ന് മനസ്സിലാക്കുക. മൈൻഡ് വേഴ്സ്റ്റ് കേസ് സെനാരിയോ ഇമാജിൻ ചെയ്യും, പക്ഷെ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല. മനസ്സിന്റെ ഉത്ബോധ മനസ്സിൽ നിന്നും വരുന്ന കാര്യങ്ങളെല്ലാം അത് യാഥാർത്ഥ്യമാവണമെന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാലാമതായി ബോഡി മൂവ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ടാവും. എക്സസൈസ്, ഡാൻസ്, സ്ട്രെച്ചിങ്, യോഗ, ഇവയെല്ലാം സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാൻ സഹായിക്കും. അഞ്ചാമതായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും ബ്രേക്ക് എടുക്കുക. നെഗറ്റീവ് ന്യൂസ്, കംപ്രഷൻ, എൻഡ്ലെസ് ആയിട്ടുള്ള ഫോൺ സ്ക്രോളിംഗ് മൈൻഡിനെ ടയേർഡാക്കും. കുറച്ച് സമയം ഫോണിൽ നിന്നും ബ്രേക്ക് എടുക്കാൻ നോക്കുക. ആറാമതായിട്ട് പ്രോപ്പർ സ്ലീപ്പാണ് വേണ്ടത്, ഇമ്പോർട്ടൻ്റ്. അതായത് സ്ലീപ്പ് കുറയുമ്പോൾ ആങ്സൈറ്റി കൂടാം. രാത്രി ലൈറ്റായിട്ട് ഉറങ്ങാതിരിക്കുക. നിങ്ങൾ ഒരു സ്ലീപ്പ് റുട്ടീൻ തന്നെ കറക്റ്റായിട്ട് വെക്കുക. ഏഴാമതായിട്ട് ഫീലിംഗ് ഷെയർ ചെയ്യുക. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാം നമ്മളുടെ കൺട്രോളിൽ ആവാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മൾക്കൊരു ട്രസ്റ്റ് പേഴ്സൺ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അയാളോട് ഷെയർ ചെയ്യുക. അത് മൈൻഡ് ലൈറ്റ് ആകാൻ നിങ്ങളെ സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആങ്സൈറ്റി അനുഭവപ്പെടുന്നവർ ചെയ്തു നോക്കുക. ആങ്സൈറ്റി ഒരു വീക്ക്നെസ് അല്ല, മൈൻഡ് ഓവർലോഡ് ആയപ്പോൾ ബോഡി തരുന്നൊരു സിഗ്നലാണ്. നമുക്ക് സ്വയം കെയർ ചെയ്ത് തുടങ്ങുമ്പോൾ മൈൻഡ് പതുക്കെ കാമാവും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.